ഹലോ ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു ഈസി കുറുമക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യുക. അത് നല്ല രീതിയിൽ വറന്ന് വരണം കേട്ടോ. അപ്പോൾ പെരുംജീരകമൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യുക, പക്ഷേ അത് ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ പെരുംജീരകം ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് നടു ചീന്തിയിട്ടതും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊച്ചുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ്. ഒരു പച്ചമുളക് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഈ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. പച്ചമുളകും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ അറിയാം, ചെറിയൊരു കളറ് ചേഞ്ച് വരും. അതിന് ശേഷം കുറച്ച് വെജിറ്റബിൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, അതേപോലെ തന്നെ കുറച്ച് ബീൻസ്. ഇത് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അതും അത് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുക. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് താന്ന് കിടക്കുന്ന രീതിയിൽ മുൾപ്പരിപ്പിൽ കുറച്ച് വെള്ളം വെക്കുന്ന രീതിയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ശേഷം 2 വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനിടയ്ക്ക് ഞാനിവിടെ ഒരു 10 കാഷ്യൂ നട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നുണ്ട്. ഇതാരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇതാണ് നമ്മളെ കുറുമക്കറിക്ക് മൊത്തം ടേസ്റ്റും കൊടുക്കുന്നത് കേട്ടോ. ഒരു അരമുറി തേങ്ങ ചിരവിയതുണ്ട് ഞാനിവിടെ. അപ്പോൾ ഈ തേങ്ങ നമുക്കൊന്ന് നന്നായിട്ട് കാഷ്യൂ നട്ടും കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. നേരത്തെ സോക്ക് ചെയ്ത കാഷ്യൂ നട്ടോട് കൂട്ടിയിട്ട് തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുക്കറിൽ ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കി ഇടുക കേട്ടോ. അപ്പോൾ അവിടെ തേങ്ങ നമ്മൾ കാഷ്യൂ നട്ടോട് ആഡ് ചെയ്ത് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിതിൽ വല്ല വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ സെയിം റെസിപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെജിറ്റബിൾസ് വെക്കുന്ന സമയത്ത് കുറച്ച് ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇതിനോടൊപ്പം ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ വേറെ വെജിറ്റബിളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈസി കുറുമക്കറി ഇവിടെ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. നല്ലൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. പിന്നെ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കുറുമക്കറി ഇവിടെ തയ്യാറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.